Hi students, today's topic is inverse Laplace transform. We have Laplace transform of the function f of t is f of s, then the inverse of the function fs is nothing but the function ft. Inverse Laplace transform of f of s is ft. നമ്മൾ ഇൻവേഴ്സ് ഫംഗ്ഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതായത് എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനാണ് എഫ്. അപ്പോൾ എയിലൊരു എലമെൻ്റാണ് എക്സ്. എക്സിനെ എഫ് വെച്ച് ബിയിലേക്ക് മാപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇമേജ് വൈ ആണെങ്കിൽ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും. എക്സിൻ്റെ ഇമേജ് എഫ് വെച്ച് മാപ്പ് ചെയ്യുമ്പോൾ കിട്ടിയ ഇമേജാണ് വൈ. ദെൻ വാട്ട് ഈസ് എഫ് ഇൻവേഴ്സ് വൈ? എഫ് ഇൻവേഴ്സ് വൈ ഈസ് ദ പ്രീ ഇമേജ് ഓഫ് വൈ. പ്രീ ഇമേജ് ഓഫ് വൈ എന്ന് പറയുന്ന ആരാ? എക്സ് ആണ്. ഓക്കെ, അപ്പോൾ എഫ് ഇൻവേഴ്സ് വൈ ഈസ് എക്സ് ഇറ്റ് സെൽഫ്. അതേപോലെ ലപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ടി എഫ് എസ് ആണെങ്കിൽ ഇൻവേഴ്സ് ഓഫ് എഫ് എസ് ഈസ് എഫ് ഓഫ് ടി. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കറിയാവുന്ന സ്റ്റാൻഡേർഡ് റിസൾട്ടുകളുണ്ട്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 ഇറ്റ് ഈസ് 1/s. ഓക്കെ, 1 ഒരു കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ട്രാൻസ്ഫോം 1/s ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ഫസ്റ്റ് എഴുതാൻ പോകുന്ന ഇൻവേഴ്സ് ട്രാൻസ്ഫോം ആണ്. ഇൻവേഴ്സ് ഓഫ് 1/s ഈസ് നത്തിങ് ബട്ട് ദ എലമെൻറ്റ് 1, റൈറ്റ്? അതേപോലെ ലപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു at ഇറ്റ് ഈസ് 1/s മൈനസ് എ. നമ്മളിത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, നമ്മളിത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ലപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു at നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ 1/s മൈനസ് എ ആണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന സെക്കൻഡ് ഇൻവേഴ്സ് റിസൾട്ടാണ് ഇൻവേഴ്സ് ലപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1/s മൈനസ് എ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇ റേസ് ടു at. ഓക്കെ, ലപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി ഈസ് 1/s സ്ക്വയർ. ദെൻ ഇൻവേഴ്സ് ഓഫ് 1/s സ്ക്വയർ ഇറ്റ് ഈസ് ടി. നമ്മളിത് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് യൂസ് ചെയ്യണമെങ്കിൽ ലപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ പറയണം. ഓക്കെ, ടി റേസ് ടു എന്നിൻ്റെ ട്രാൻസ്ഫോം എന്താ? എൻ ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു എൻ പ്ലസ് 1. ടി റേസ് ടു എന്നിൻ്റെ ലപ്ലാസ് ട്രാൻസ്ഫോം എൻ ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു എൻ പ്ലസ് 1. അപ്പോൾ ടി റേസ് ടു എൻ മൈനസ് 1 ആണെങ്കിലോ n-1 ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു എൻ എന്ന് വന്നേനെ. ലപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു n-1 ഈസ് n-1 ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു എൻ പ്ലസ് 1 മൈനസ് 1, അതായത് എസ് റേസ് ടു എൻ. ഇവിടുന്ന് പവർ ഒന്ന് കൂടുതലായിരിക്കും ഡിനോമിനേറ്ററിൽ, എസ്സിന് പവർ ഒന്ന് കൂടുതലായിരിക്കും. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് ഞാൻ ഈ കോൺസ്റ്റൻറ്റിനെ കൂടി ഇങ്ങ് ഫംഗ്ഷൻ്റെ കൂട്ടയാക്കിയെങ്കിൽ അവിടെ ന്യൂമറേറ്ററിൽ 1 വരും. സോ എൽ ഇൻവേഴ്സ് ഓഫ് 1/s റേസ് ടു എൻ ഈസ് ടി റേസ് ടു n-1/n-1 ഫാക്ടോറിയൽ, റൈറ്റ്? Then Laplace transform of sin omega t. We know that the transform is omega by s square പ്ലസ് ഒമേഗ സ്ക്വയർ. ഇപ്പോൾ തൊട്ട് മുകളിൽ പറഞ്ഞ അതേപോലെ തന്നെ ഇതൊരു കോൺസ്റ്റൻ്റ് അല്ലേ. കോൺസ്റ്റൻറ്റിന് ഞാൻ എന്ത് ചെയ്യുന്നു? സൈൻ ഒമേഗ ടി ബൈ ഒമേഗ ആണെങ്കിൽ ലപ്ലാസ് ട്രാൻസ്ഫോം 1/s സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആകും. ഓക്കെ, അപ്പോൾ ഞാൻ ഇൻവേഴ്സ് ട്രാൻസ്ഫോമിൽ ഇത് കംപ്ലീറ്റ് എടുക്കത്തില്ല, പകരം എന്ത് ചെയ്യുന്നു? ന്യൂമറേറ്ററിൽ 1 കൊടുക്കും. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് 1/s സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ വന്നാൽ എന്താണ്? ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണെങ്കിൽ അത് സൈൻ ഒമേഗ ടിയുടെ ട്രാൻസ്ഫോം ആണ്. ആ ഒമേഗ അവിടെ ന്യൂമറേറ്ററിലില്ല, സോ അത് സൈൻ ഒമേഗ ടിയുടെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരുന്നു. ഇതിങ്ങ് ലെഫ്റ്റ് സൈഡിൽ ഡിനോമിനേറ്ററിൽ വരുന്നതായിട്ട് ഓർത്താൽ മതി, റൈറ്റ്? ലപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ഒമേഗ ടി. Cos omega t it is s by s square plus omega square. Hence the inverse of L inverse of s by s square plus omega square it is cos omega t. ഇതേപോലെ തന്നെ രണ്ട് ഹൈപ്പർബോളിക് ഫംഗ്ഷനും നമുക്ക് പറയാം. L inverse of 1/s square മൈനസ് ഒമേഗ സ്ക്വയർ എന്തായിരിക്കും? ഒമേഗ ബൈ എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ആയിരുന്നുവെങ്കിൽ അത് സൈൻ എച്ച് ഒമേഗ ടി ആണ്. ഇവിടെ ഇപ്പോൾ ഒമേഗ ന്യൂമറേറ്റർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒമേഗ ഇവിടെ ഫംഗ്ഷൻ്റെ കൂടെ കൊടുത്തു, റൈറ്റ്? അതേപോലെ എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഇറ്റ് ഈസ് കോസ് എച്ച് ഒമേഗ ടി. സോ ദീസ് ആർ ദ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം റിസൾട്ട്സ്. ഇനി നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയൊക്കെ ഇവിടെ എങ്ങനെയാണ് ഇൻവേഴ്സിൽ വരിക എന്ന് നോക്കാം. നമ്മൾ പഠിച്ചിരിക്കുന്ന ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്താ? ഇ റേസ് ടു at എഫ് ഓഫ് ടി കാണാൻ. ഇപ്പോൾ എഫ് ടിയുടെ ട്രാൻസ്ഫോം എഫ് എസ് ആണെങ്കിൽ ഇ റേസ് ടു at എഫ് ടിയുടെ ട്രാൻസ്ഫോം എന്തായിരിക്കും? എഫ് ഓഫ് എസ് മൈനസ് എ ആയിരിക്കും. സോ ഫ്രം ദിസ് റിസൾട്ട് it is clear that the inverse of f of s minus a
ഇറ്റ് ഈസ് എസ്സിന് പകരം എസ് മൈനസ് എ ഉണ്ടെങ്കിൽ ഇ റേസ് ടു എ ടി എന്ന ഫംഗ്ഷൻ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഔട്ട് സൈഡ് എടുക്കാം. ദെൻ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് എസ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇ റേസ് ടു എ ടി ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എഫ് എസ്, ദറ്റ് ഈസ് ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് വരും. അവിടെ ഏതാണോ ആ ഇൻവേഴ്സ് ഫംഗ്ഷൻ. റൈറ്റ്, ഇതാണ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഇൻ ഇൻവേഴ്സ് ട്രാൻസ്ഫോം. ഇൻവേഴ്സ് ട്രാൻസ്ഫോമിലെ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. Also Laplace transform of TFT or T raised to n f of t, it is minus 1 raised to n into nth derivative of L of ft, right, or f of s. Okay, L of ft എന്ന് എഴുതാം, അല്ലെങ്കിൽ minus 1 raised to n into nth derivative of f of s. L of ft f s എന്നാണ് പറയാം. സോ ഇവിടെ തിരിച്ചെഴുതുകയാണെങ്കിൽ എൽ ഇൻവേഴ്സ് ഓഫ് മൈനസ് 1 റേസ് ടു എൻ ഇൻറ്റു nth ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എസ് ഈസ് നത്തിങ് ബട്ട് എഫ് ടി ടി റേസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് ടി. ആൻഡ് integration formula is also there, L of f of t by t. The Laplace transform is integral s to infinity L of f t or f of s ds. L of f t ആണ്, അത് തന്നെയാണ് f of s. So L inverse of integral s to infinity f of s ds, it is nothing but f of t divided by t. ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫണ്ടമെൻ്റൽ റിസൾട്ട്സ് ഇതൊക്കെയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത സെഷനിലുള്ളത്. ഇതിൽ റിലേറ്റഡ് പ്രോബ്ലംസ്, എങ്ങനെയാണ് നമ്മൾ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം, കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻ വന്നാൽ അതെങ്ങനെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കാണും. ഇവിടെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം കാണാനുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കാം. എൽ ഇൻവേഴ്സ് ഓഫ് 10 by s square plus 4. ഓക്കെ, സോ 10 by s square plus 4. സോ 10 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് ന്യൂമറേറ്റർ കോൺസ്റ്റൻറ്റിന് ഞാനിങ്ങ് പുറത്തേക്ക് കൊണ്ടുവന്നു 1 by s square plus 4 എന്ന് വെച്ചാൽ എന്താ 2 സ്ക്വയർ ആണല്ലേ. 1 by s square plus 2 സ്ക്വയർ. അപ്പോൾ ഇത് കാണുമ്പോഴൊരു സ്റ്റാൻഡേർഡ് ഫോമിലാണ്. 2 by s square plus 2 സ്ക്വയർ ആണെങ്കിൽ അത് സൈൻ 2tയുടെ ട്രാൻസ്ഫോം ആണ്. അപ്പോൾ 2 അവിടെ ഇല്ല. സോ 10 ഇൻറ്റു നമ്മൾ എന്ത് ചെയ്തു, ഇൻവേഴ്സ് ട്രാൻസ്ഫോം എഴുതുമ്പോൾ സൈൻ 2t ഡിവൈഡഡ് ബൈ 2 എന്ന് കൊടുക്കുന്നു. സോ ദ റിസൾട്ട് ഈസ് 5 സൈൻ 2t. റൈറ്റ്, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എസ് ക്യൂബ് പ്ലസ് 10s സ്ക്വയർ പ്ലസ് 9 ഡിവൈഡഡ് ബൈ s റേസ് ടു 7. ഓക്കെ, ഇപ്പോൾ തൊട്ട് മുകളിൽ ചെയ്തതുപോലെ ഇപ്പം നമുക്ക് കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ കോൺസ്റ്റൻ്റ് ഔട്ട് സൈഡ് എടുത്ത് എഴുതാം. ഇതുപോലെ ഒന്നിലധികം ടേംസ് ഉണ്ടെങ്കിൽ, ഒരു ഡിനോമിനേറ്റർ ടേം ആണുള്ളതെങ്കിൽ ഓരോ ടേമിനെയും ആ ഡിനോമിനേറ്റർ ടേം കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് ഫസ്റ്റ് ടേം എസ് ക്യൂബ് ബൈ എസ് റേസ് ടു 7, 1 by s റേസ് ടു 4. അടുത്തത് 10s സ്ക്വയർ ബൈ എസ് റേസ് ടു 7, 10 ഡിവൈഡഡ് ബൈ എസ് റേസ് ടു 5 പ്ലസ് 9 by s raised to 7. Okay, so inverse of ഇവിടെ 3 ടേംസ് ഉണ്ട്. ഓരോ ടേമിനും നമുക്ക് ഇൻവേഴ്സ് സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ലീനിയറിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് പോലെ തന്നെ ഇൻവേഴ്സ് ട്രാൻസ്ഫോമും ലീനിയറിറ്റി പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. സോ എൽ ഇൻവേഴ്സ് ഓഫ് 1 by s raised to 4 പ്ലസ് 10 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1 by s raised to 5 പ്ലസ് 9 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1 by s raised to 7. Okay, so L inverse of 1 by s raised to 4. നമ്മൾ നേരത്തെ 1 by s raised to n-ൻ്റെ ട്രാൻസ്ഫോം പറഞ്ഞു. അങ്ങനെ ഇവിടെ എന്താണോ ആ പവറിന് ഒന്ന് കുറവായിരിക്കും ടിയിൽ. ഇപ്പോൾ t raised to 3 by 3 ഫാക്ടോറിയൽ പ്ലസ് 10 ഇൻറ്റു s raised to 5 വന്നാൽ t raised to 4 by 4 ഫാക്ടോറിയൽ പ്ലസ് 9 ഇൻറ്റു t raised to 6 by 6 ഫാക്ടോറിയൽ is the answer. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് 5s പ്ലസ് 10 ബൈ എസ് സ്ക്വയർ പ്ലസ് 9. ഇവിടെ നമുക്ക് ഒറ്റ നോട്ടുള്ള സ്റ്റാൻഡേർഡ് ഫോമിലൊന്നും അല്ല, പക്ഷെ നമുക്കിവിടെ ന്യൂമറേറ്ററിലെ 2 ടൈം കൊണ്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഇൻവേഴ്സ് ഓഫ് 5s ബൈ എസ് സ്ക്വയർ പ്ലസ് 9 പ്ലസ് 10 ബൈ എസ് സ്ക്വയർ പ്ലസ് 9 ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഓരോ ടേമിനായിട്ട് ഇൻവേഴ്സ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്താൽ
ഫസ്റ്റ് ടൈം എൽ ഇൻവേഴ്സ് ഓഫ് 5s ബൈ എസ് സ്ക്വയർ പ്ലസ് 9. അതിൽ 5 കോൺസ്റ്റൻറ്റ് കൂടെ വേണമെങ്കിൽ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാം. ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9. 9 ഈസ് 3 സ്ക്വയർ. ഓക്കെ, എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 10 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. ഓക്കെ, 5 ഇൻറ്റു ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലായിട്ടുണ്ടല്ലേ. ഇതെന്തിൻ്റെ ട്രാൻസ്ഫോമാണ്? കോസ് 3t ട്രാൻസ്ഫോമാണ്. സോ കോസ് 3t പ്ലസ് 10 ഇൻറ്റു ഇപ്പോൾ 3 ബൈ എസ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ആയിരുന്നെങ്കിൽ സൈൻ 3t എന്ന് വന്നേനെ. അവിടെ ന്യൂമറേറ്ററിൽ 1, ആ 3 അവിടെ ആബ്സെൻ്റ് ആണ്. സോ നമുക്ക് സൈൻ 3t ബൈ 3 ഈസ് ദ ഇൻവേഴ്സ് ട്രാൻസ്ഫോം. സോ 5 cos 3t plus 10 by 3 sin 3t is the inverse transform of 5s plus 10 by s square plus 9. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ മൈനസ് 2. ഇപ്പോൾ വാട്ട് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ മൈനസ് 2? ഇപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് ഫോമിലാക്കുക. ഫസ്റ്റിൽ എസ് ബൈ എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്ന ഫോമിലേക്ക് കൊണ്ടുവരാം. ഒമേഗ ഇവിടെ √2 ആണ്, √2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം നമുക്ക്. ഓക്കെ, സോ എസ് ബൈ എസ് സ്ക്വയർ മൈനസ് √2 ദ ഹോൾ സ്ക്വയർ. ഇറ്റ്സ് ദ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഈസ് കോസ് h √2t. Okay, cos h omega t is s by s square minus omega square. Inverse of s minus 2 by s minus 2 the whole square plus 1 square. ഇങ്ങനെ വന്നാൽ നമുക്കിത് എസ് മൈനസ് എസ് ഉള്ളിടത്ത് എസ് മൈനസ് 2 എന്ന് ഇടയ്ക്കുക അല്ലേ. ഞാനിതിൻ്റെ എക്സ്പാൻഡഡ് ഫോം ഒന്നും എഴുതിയിട്ടില്ല, ജസ്റ്റ് ആ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഷിഫ്റ്റിംഗ് അപ്ലൈ ചെയ്യാൻ എങ്ങനെയാണ് നമ്മൾ ഷിഫ്റ്റിംഗ് കൊടുക്കുന്നതെന്ന് കാണിക്കാനാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? e⁻²t എന്ന എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഔട്ട് സൈഡ് കൊണ്ടുവരാം. ദെൻ ഇൻവേഴ്സ്, അപ്പോൾ ഇവിടെ എസ് മൈനസ് 2 മാറി ഇനി എസ് ആയിട്ട് മാറും. ഓക്കെ, എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. റൈറ്റ്. സോ e⁻²t അതെങ്ങനെയാണ് വന്നു എന്ന് കണ്ടല്ലോ. എസ്സിന് പകരം എസ് മൈനസ് 2 വന്നൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടിനകത്ത്. അതുകൊണ്ട് നമ്മളുടെ ഷിഫ്റ്റിംഗ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആ എക്സ്പോണൻഷ്യൽ കൊണ്ടുവരാൻ പറ്റി. e⁻²t ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1. സോ e⁻²t ഇൻറ്റു cos omega is 1, so cos t. Okay, the inverse transform. Then മറ്റൊരു ക്വസ്റ്റ്യനിൽ ഇപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് മൈനസ് 3 ദ ഹോൾ റേസ് ടു 5 ഇങ്ങനെയുണ്ടെങ്കിലോ നമുക്കിവിടെ e⁻3t എന്ന എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഔട്ട് സൈഡ് കൊണ്ടുവരാം. എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് റേസ് ടു 5 e⁻3t ഇൻറ്റു എസ് റേസ് ടു 5. 1 ബൈ എസ് റേസ് ടു 5 വന്നാൽ t⁻4 ബൈ 4 factorial. Okay, e⁻3t, t⁻4 by 4 factorial is the inverse transform. Find the inverse transform of s plus 3 by s square minus 2s plus 5. Okay, അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് ഇൻവേഴ്സ് ട്രാൻസ്ഫോം കാണേണ്ടത് എസ് പ്ലസ് 3 ബൈ എസ് സ്ക്വയർ മൈനസ് 2s പ്ലസ് 5. ഡിനോമിനേറ്റർ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വന്നാൽ ഫസ്റ്റ് നമുക്കിതിനെ പെർഫെക്റ്റ് സ്ക്വയറാക്കി മാറ്റാൻ പറ്റുമെന്ന് നോക്കാം. സോ ഇസ് ഈക്വൽ ടു ഇൻവേഴ്സ് ഓഫ് ന്യൂമറേറ്റർ തൽക്കാലം ഒന്നും ചെയ്യേണ്ട, അതേപോലെ ഇട്ടിരുന്നാൽ മതി. എസ് പ്ലസ് 3 ബൈ ഡിനോമിനേറ്റർ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാനായിട്ട് എസിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണോ അതിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ എസിൻ്റെ കോഎഫിഷ്യൻ്റ് -2 സൈൻ നോക്കണ്ട, ആ കോഎഫിഷ്യൻ്റ് നമ്പർ മാത്രം നോക്കിയാൽ മതി. 2 ആണ്, 2ൻ്റെ ഹാഫ് 1, 1ൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുന്നു, ദെൻ സബ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, സോ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ സോ ഇൻവേഴ്സ് ഓഫ് എൽ ഇൻവേഴ്സ് ഓഫ് എസ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ ഫസ്റ്റ് 3 ടേംസ് എഴുതുന്ന പെർഫെക്റ്റ് സ്ക്വയർ എന്താണെന്ന് നോക്കുക. എസ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ആണ്. റൈറ്റ്. ദെൻ കോൺസ്റ്റൻറ്റ് ടൈം 5 മൈനസ് 1 സ്ക്വയർ. 1 സ്ക്വയർ മീൻസ് 1. സോ 5 മൈനസ് 1 ഈസ് 4. സോ പ്ലസ് 4. നൗ എൽ ഇൻവേഴ്സ് ഓഫ് എസ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്നായിട്ടുണ്ട് ഡിനോമിനേറ്റർ. സോ ഇതേപോലെ എന്ത് ചെയ്യുക, ന്യൂമറേറ്ററിൽ എസ്സിനെ നമുക്ക് എസ് മൈനസ് 1 എന്ന ഫോമിൽ കൊണ്ടുവരണം. ന്യൂമറേറ്ററിൽ എസ് പ്ലസ് 3 ഉള്ളതിൽ എസ്സിനെ ഞാൻ ചൂസ് ചെയ്തു, എസ് മൈനസ് 1 എന്ന് കൊടുത്തു. ആ ഒരു എഫക്റ്റ് ക്യാൻസൽ ചെയ്യാനായിട്ട് ഞാനൊരു +1 ഞാൻ കൊടുത്തതാണ് ഈ -1. ഓക്കെ, ഇപ്പോൾ ഡിനോമിനേറ്റർ എസ് മൈനസ് 1 എന്ന ഫോമിലായതുകൊണ്ട് ന്യൂമറേറ്ററിൽ എസ്സിന് എസ് മൈനസ് 1 എന്ന് കൊടുത്തു. ദെൻ ആ എഫക്റ്റ് ക്യാൻസൽ ചെയ്യാൻ ഒരു +1 കൊടുത്തു. ദെൻ അവിടെയുള്ള കോൺസ്റ്റൻറ്റ് 3 അതേപോലെ എഴുതിയിട്ടുണ്ട്. ഡിനോമിനേറ്റർ എസ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 അല്ലെങ്കിൽ
2 square. Now inverse of, ഇപ്പോൾ ന്യൂമറേറ്ററിൽ നമുക്ക് പിന്നെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം. എസ് മൈനസ് വൺ ഒരു ടൈം, ദെൻ കോൺസ്റ്റൻ്റ് ഒരു ടൈം. എസ് മൈനസ് വൺ പ്ലസ് 4. ഓക്കെ, അപ്പോൾ എസ് മൈനസ് വൺ എന്ന ഫസ്റ്റ് ടൈമിന് ഞാൻ എസ് മൈനസ് വൺ ബൈ എസ് മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് എഴുതി. പ്ലസ് 3 + 1 4 ബൈ എസ് മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. കണ്ടു, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. ഇനി നോക്കി ഓരോ ടൈമിനായിട്ട് ഇൻവേഴ്സ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്ത് നോക്കാം. എൽ ഇൻവേഴ്സ് ഓഫ് ഫസ്റ്റ് ടൈം എസ് മൈനസ് വൺ ബൈ എസ് മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ആൻഡ് സെക്കൻഡ് ടൈം ആ കോൺസ്റ്റൻ്റ് കൂടി പുറത്തെടുത്താൽ 4 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. അപ്പം നമ്മൾ തൊട്ട് മുന്നേ ഒരു പ്രോബ്ലം ചെയ്ത പോലെ എസിൻ്റെ പൊസിഷനിലാണ് എസ് മൈനസ് വൺ വന്നത്. അപ്പം നമുക്ക് അവിടെ നിന്നൊരു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഇ റേസ് ടു ടി ഔട്ട് സൈഡ് കൊണ്ടുവരാം. സോ ഇ റേസ് ടു ടി ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ഓക്കെ, ആൻഡ് സെക്കൻഡ് ടൈമിലാണെങ്കിലോ 4 ഇൻറ്റു, ഇവിടെയും എസ് ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിൽ റിസൾട്ട് എഴുതായിരുന്നു. എസ് ഉള്ളിടത്താണ് എസ് മൈനസ് വൺ എന്ന് കിടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഇ റേസ് ടു ടി നിങ്ങൾക്ക് ഷിഫ്റ്റിംഗ് അപ്ലൈ ചെയ്തിട്ട് ഇ റേസ് ടു ടി ഔട്ട് സൈഡ് കൊണ്ടുവരാം ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചെയ്തത് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ബ്രാക്കറ്റിൽ കാണിച്ചേക്കാം, നമ്മൾ ഏതാ യൂസ് ചെയ്തതെന്നുള്ളത് ബ്രാക്കറ്റിൽ കാണിച്ചേക്കാം. അപ്പോൾ e raised to t into L inverse of s by s square plus 2 square, standard form. It's the inverse of s by s square plus 2 square. This is the transform of cos 2t, right? So inverse is cos 2t plus 4 into e raised to t into, here also the inverse is sin 2t divided by 2, right? Sin 2t divided by 2. So e raised to t into cos 2t പ്ലസ് 2 സൈൻ 2t. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാം. ഇങ്ങനെ ഡിനോമിനേറ്റർ പെർഫെക്റ്റ് സ്ക്വയറാക്കി സോൾവ് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എൽ ഇൻവേഴ്സ് ഓഫ് 6s പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2s സ്ക്വയർ പ്ലസ് 8s പ്ലസ് 4. So denominator is a polynomial in second degree, so we can make the denominator as a perfect square. So L inverse of 6s plus 1 by, take that to 2 as a common factor, so 2 into s square plus 4s plus 2, right? First denominator ഒരു s സ്ക്വയറിൻ്റെ കോഷ്യൻ്റ് 1 ആക്കാനായിട്ട് 2 കോമൺ ആയിട്ട് ചൂസ് ചെയ്തു. ദെൻ ആ 1/2 നമുക്ക് ഇൻവേഴ്സ് ട്രാൻസ്ഫോമിന് പുറത്തേക്ക് കൊണ്ടുവരാം. ഇൻവേഴ്സ് 1/2 ഇൻറ്റു ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് 6s plus 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 4, എസിൻ്റെ കോഷ്യൻ്റ് 4, 4ൻ്റെ ഹാഫ് 2, 2ൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുന്നു, ദെൻ സബ്ട്രാക്ട് ചെയ്യുന്നു, ദെൻ അവിടെ കോൺസ്റ്റൻ്റ് പ്ലസ് 2 ഉണ്ട്. ഓക്കെ, നൗ 1/2 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 6s plus 1 divided by first 3 times s plus 2 the whole square. So s plus 2 the whole square, then minus 4 plus 2, so minus 2. Now denominator is of the form s square minus omega square. Omega root 2 ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. സോ √2 the whole square എന്നാണെങ്കിൽ എടുക്കാം. ഓക്കെ, 1/2 എൽ ഇൻവേഴ്സ്. ഇവിടെ ഡിനോമിനേറ്ററിൽ എസിന് പകരം s plus 2 വരുന്നു, അതുകൊണ്ട് ന്യൂമറേറ്ററിൽ നമ്മൾ ആ ഒരു ഫോമിൽ മാറ്റുന്നു. സോ അവിടെ ഒരു 6 നമുക്കവിടെ ഉണ്ട്. എസിനെ s plus 2 ആക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു -2 സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, -2 ദെൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ s plus 2 the whole square minus √2 the whole square. Now 1/2 into L inverse of 6 into s plus 2, then minus 12, 6 into 2 12, minus 12 plus 1, that is minus 11 divided by s plus 2 the whole square minus √2 the whole square. ഓക്കെ, തൊട്ട് മുന്നേ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ 2 ടേമാണ് ന്യൂമറേറ്റർ. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്ത് ഓരോന്നിൻ്റെയും ഇൻവേഴ്സ് ട്രാൻസ്ഫോം കാണാം. സോ എൽ ഇൻവേഴ്സ് ഓഫ് ഫസ്റ്റ് ടേം 6 കോൺസ്റ്റൻ്റ് കൂടി വേണമെങ്കിൽ ആ ഫസ്റ്റ് ടേമിൽ നിന്ന് പുറത്തെടുത്താൽ 6 ഇൻറ്റു എസ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ മൈനസ് √2 സ്ക്വയർ പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ്
ഒരു സെക്കൻഡ് ടൈമിൽ -11 ആണ് വരുന്നത്. ഓക്കെ, സോ -11 s plus 2 the whole square minus √2 square. This is 1/2 times 6 into, ഇപ്പോൾ ഇവിടെ എസ്സിന് പകരം s+2 ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ ഏത് ഫംഗ്ഷൻ വരും? e−2t വരും. s മൈനസ് എന്നാണെങ്കിൽ e8t, s പ്ലസ് ആകുമ്പോൾ e−8. സോ e−2t ഇൻറ്റു ഇൻവേഴ്സ് ഓഫ് s ബൈ s സ്ക്വയർ മൈനസ് √2 സ്ക്വയർ പ്ലസ് മൈനസ് 11 ഇൻറ്റു e−2t ഈ സെക്കൻഡ് ടൈമിലും വരും. L inverse of 1 by s square minus √2 square. Okay. Now 1/2 times 6 into e−2t into first term. The inverse is hyperbolic function cos h √2t, right? And second -11 e−2t into here sin h √2t divided by √2. ഓക്കെ, പിന്നെ ഒന്നെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതാം, അതല്ലെങ്കിൽ e−2t കോമൺ ഫാക്ടറാക്കി എഴുതാം. ഓക്കെ, സോ e−2t ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 6 cos h √2t മൈനസ് 11 sin h √2t, 11 by √2 sin h √2t is the answer.